എ.കെ.ജിയുടെ ആത്മകഥയായ എൻ്റെ ജീവിതകഥ എന്ന പുസ്തകം ഇങ്ങനെ എഴുതിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ജനങ്ങളുടെ ദുഃഖവും കണ്ണീരും തുടച്ച് അവരുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് അവരുടെ സമരത്തിൽ പങ്കാളിയായി കഴിയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തിൽ വൃദ്ധനായ ഞാൻ കാലിടറി വീണെന്നു വരും. ലക്ഷ്യത്തിലെത്താൻ എനിക്ക് കഴിഞ്ഞില്ലെന്നു വരും. പക്ഷേ എൻ്റെ സഖാക്കൾ എൻ്റെ മാർഗത്തിൽ കൂടുതൽ ആവേശത്തോടെ മുന്നേറുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. ഭാരതത്തിൽ ദരിദ്രരുടെയും ഭാരം ചുമക്കുന്നവരുടെയും കഷ്ടപ്പെടുന്ന എല്ലാ ഇടത്തരക്കാരൻ്റെയും വസന്തകാലം വിരിയും. ഈ വസന്തത്തിൻ്റെ പിറവി കാണാൻ അതിനായി ആഗ്രഹിക്കുന്ന എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ദുഃഖമുണ്ടാവില്ല. കാരണം എൻ്റെ സഖാക്കൾക്ക് അത് കാണാൻ കഴിയും. അത് നിശ്ചയമാണ്. ഇന്ന് മാർച്ച് 19. സഖാവ് ശങ്കരനാരായണൻ നമ്പീശൻ മാസ്റ്റർ ഓർമ്മയായിട്ട് 2 വർഷം പിന്നിടുകയാണ്. CPIM എടക്കാട് ബ്രാഞ്ചിലെ മുതിർന്ന അംഗമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ നാളുകളിൽ ഓരോ പ്രദേശത്തും പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗനിർഭരമായ പങ്കുവഹിച്ച അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടനവധി ധീര സഖാക്കളിൽ ഒരാളായിരുന്നു. മാസ്റ്ററുടെ ഓർമ്മ ദിനത്തിൽ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി രൂപീകരിച്ച ഉദ്ഘാടക സമിതിയിലാണ് മാസ്റ്ററുടെ ജീവചരിത്രം ആസ്പദമാക്കി ഒരു വീഡിയോ നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി മാസ്റ്ററുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. 7 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന തൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൻ്റെ പകുതിയിലധികവും അദ്ദേഹം താമസിച്ചിരുന്നത് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിലെ പൊന്മള എന്ന ഗ്രാമത്തിലാണ്. 1931 ജൂലൈ 1 ജനിച്ച മാസ്റ്റർ മലപ്പുറം AUP സ്കൂൾ, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠനത്തിന് ശേഷം പൊന്മള AMLP സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1955 മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത്. പൊന്മള ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പൊന്മളക്കാരുടെ പ്രിയപ്പെട്ട നമ്പീശൻ മാസ്റ്റർ ദീർഘകാലം പ്രവർത്തിച്ചു. അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവ്, കർഷക സംഘം നേതാവ്, ദേശാഭിമാനി ചിന്ത തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ ഏജന്റ്, പ്രചാരകൻ തുടങ്ങിയ നിലകളിൽ മാസ്റ്റർ പ്രവർത്തിച്ചു. ദേശാഭിമാനിയുടെ പൊന്മളയിലെ ഏജന്റായിരുന്ന മാസ്റ്റർ അതിരാവിലെ എഴുന്നേറ്റ് നാട്ടിടവഴികളിലൂടെ നടന്ന് ആ പ്രദേശങ്ങളിൽ ദേശാഭിമാനി വിതരണം ചെയ്ത ശേഷമാണ് സ്കൂളിലേക്ക് പോകാറുള്ളത്. അന്നത്തെ കാലത്ത് മാസ്റ്ററുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന നിലവിൽ ആ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് രാജേട്ടൻ ഞങ്ങളുടെ യാത്രയിൽ വഴികാട്ടിയായി കൂടെ ഉണ്ടായിരുന്നു. അന്ന് മാസ്റ്റർക്കൊപ്പം പ്രവർത്തിച്ച പല സഖാക്കളെയും നാട്ടുകാരെയും നേരിൽ കാണുന്നതിനും മാസ്റ്ററുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും സാധിച്ചു. ഓർമ്മകൾ പങ്കുവച്ച പലർക്കും മാസ്റ്ററുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ കേവലം വാക്കുകളിൽ ഒതുക്കാൻ സാധ്യമായിരുന്നില്ല. പലരും വാക്കുകൾ മുഴുവനാക്കാൻ സാധിക്കാതെ വികാരഭരിതരാകുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഒരു പ്രദേശം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, സഖാവിനെ എത്രത്തോളമാണ് ഹൃദയത്തോട് ചേർത്ത് വെച്ചത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. നാട്ടിടവഴികളിലൂടെ പത്രക്കെട്ടുകളും പുസ്തകങ്ങളുമായി വരുന്ന മാസ്റ്ററുടെ ചിത്രം ഇന്നും പൊന്മളക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. നമ്പീശൻ മാസ്റ്റർ വളരെ മാതൃകാപരമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ച പോരാളിയായ സഖാവ്. മാഷെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ആദ്യമായിട്ട് ഉയർന്നു വരുന്നത്
1973 അധ്യാപക സർവീസ് സംഘടനാ രംഗത്തെ വലിയ പ്രക്ഷോഭ സമര മുഖത്താണ്. മാസങ്ങളോളം നീണ്ടുനിന്ന ആ പ്രക്ഷോഭ സമരത്തിൽ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് ഭക്ഷണത്തിനാവശ്യമായ വിഭവങ്ങൾ സമാഹരിച്ച് ഞങ്ങളുടെ മലപ്പുറം പട്ടണത്തിലേക്ക് ജാഥയായിട്ട് വരുന്ന മാഷുടെ മുഖമാണ് എൻ്റെ മുന്നിൽ നിറഞ്ഞിരിക്കുന്നത്. വല്ലാത്തൊരു സമരകാലമായിരുന്നു, വലിയ അടിച്ചമർത്തലിൻ്റെ കാലം. അച്യുതമേനോൻ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണി വലിയ തോതിൽ അടിച്ചമർത്തൽ പാർട്ടിക്കെതിരായി നടത്തുകയും ചെയ്ത ഒരു കാലമാണ്. ലീഗും കോൺഗ്രസും ഒക്കെ ശക്തി അധികമുള്ളൊരു പ്രദേശമാണ് മാഷ് ജീവിച്ചതും പ്രവർത്തിച്ചു. പക്ഷേ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലെ കൃത്യതയും വ്യക്തതയും നിശ്ചയദാർഢ്യവും മാഷ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആ നാടിൻ്റെ സ്നേഹം എല്ലായ്പ്പോഴും മാഷിക്ക് അനുകൂലമായിട്ടാണ് ഇദ്ദേഹം. രാഷ്ട്രീയ എതിരാളികളുടെ സ്ഥിരാകേന്ദ്രത്തിൽ സമരം നടത്തുമ്പോൾ പൂർണ്ണമായി എല്ലാ അധ്യാപകരെയും ഒന്ന് ആ സംഘത്തിൽ അനുകരിക്കുന്നത്. ഞങ്ങളുടെ മലപ്പുറം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഒട്ടുമിക്ക സ്കൂളുകൾ പൂർണ്ണമായി മേലതിർത്തി ചാബി കൊടുത്ത് ഹെഡ് മാസ്റ്റർമാർ സമരം രംഗത്തേക്ക് വന്ന് മുഴുവൻ അധ്യാപകരും സമരം ചെയ്യുകയായിരുന്നു അക്കാലത്തെ സമരാനുഭവം. അപ്പോൾ ആ സമരാനുഭവത്തിൻ്റെ നിറഞ്ഞ നേതൃത്വമായിട്ട് നിൽക്കുന്ന മാഷാണ് എൻ്റെ മുന്നിൽ എൻ്റെ ഓർമ്മയിൽ തുലച്ചു നിൽക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് പാർട്ടിയുടെ മലപ്പുറം ഏരിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ കമ്മിറ്റി ഞങ്ങൾ ഉപയോഗിച്ചാണ് അംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അധികം മുതിർന്ന ഒരാളായിരുന്നു മാഷ്, ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ഞാൻ. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് വളരെ സൗഹാർദ്ദപൂർവ്വം പ്രവർത്തിച്ചു. എല്ലായ്പ്പോഴും കോഴിക്കോട്ടാകുമ്പോഴും മാഷ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കോഴിക്കോട്ടുള്ള പരിപാടികൾക്കിടയിലും മാഷ് അവിടെ വരുന്നുണ്ട്. എല്ലാ സന്ദർഭത്തിലും വളരെ ആവേശഭരിതനായി നമ്മൾ കാണുന്ന ഒരാളാണ്. തികഞ്ഞ വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. മാർക്സും ലെനിനിസവും പ്രത്യയശാസ്ത്രവും പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഉറച്ച കാഴ്ചപ്പാടും മാഷക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ മുമ്പ് സംസാരിച്ച സുഹൃത്തുക്കളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാവും. പുസ്തക വിൽപ്പന എന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹിത്യം പ്രചരിപ്പിക്കുക എന്നത്, പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഭരണഘടന തന്നെ പറയുന്ന ഒരു ചുമതലകളിൽ ഒന്നാണ്. ആ ചുമതല ഇത്രയും ഭംഗിയായിട്ട് നടത്തിയ അപൂർവ ആളുകളെ കേരളത്തിലുണ്ടാവും. തലച്ചുമടായി ഏറനാട്ടിലെയും വെള്ളുവനാടിലെയും ഗ്രാമപ്രദേശങ്ങളിൽ, ഉത്സവ പ്രദേശങ്ങളിൽ, പാർട്ടി സമ്മേളന വേദികളിൽ എല്ലായിടത്തും മാഷ് പാർട്ടി സാഹിത്യം അതിൻ്റെ പ്രചാരകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് കിട്ടുന്ന എന്തെങ്കിലും ലാഭത്തെ കണക്കാക്കിയല്ല മാഷ പ്രവർത്തനം നടത്തി. എൻ്റെ നാട്ടിലെ ഞാൻ കണ്ട ആദ്യത്തെ ദേശാഭിമാനി ഏജൻറ്റും മാഷിൻ്റെ, ഞങ്ങളുടെ പട്ടണത്തിലെ ദേശാഭിമാനി ഏജൻറ്റായിരുന്നു മാഷ്. അങ്ങനെ എല്ലാ നിലയിലും ഞങ്ങളെ അവിടെ താമസക്കാരനല്ല, അവിടുന്ന് ഒരാൾ ദേശാഭിമാനി ഏജൻസി എടുക്കാത്ത സാഹചര്യത്തിൽ പൊന്മുളയിൽ നിന്ന് വന്ന് മാഷ് അവിടെ ദേശാഭിമാനി ഏജൻസി എടുത്ത് നടപ്പിലാക്കിയിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ വളരെ മാതൃകാപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാതൃകാപരമായി പ്രവർത്തിക്കണമെന്നതിൻ്റെ നല്ല ഒരു ഉദാഹരണമായിരുന്നു. വലിയ പാർട്ടി കമ്മിറ്റികൾ ആയിരുന്നു എന്നുള്ളതല്ല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, പ്രാദേശിക പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ തലമുറകളുടെ വിടവില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിലെ എല്ലാവരുടെയും സൗഹൃദം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ദീർഘകാലം മലപ്പുറത്ത് താമസിച്ച് കോഴിക്കോട്ടേക്ക് പോയപ്പോൾ കോഴിക്കോട്ടും അത്തരം വലിയ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ തനിക്ക് വീട്ടിൽ രൂപപ്പെടുത്തിയെടുക്കാൻ മാഷ് കഴിഞ്ഞു. ഈ CPIM-ൻ്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയും എന്ന് പറയുന്നത് പ്രാദേശികമായി സമർപ്പിതമായ മാതൃകാപരമായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തി മാതൃക പുലർത്തിയ ഒരുപാട് നല്ല സഖാക്കളുടെ ത്യാഗനിർഭരമായ പ്രവർത്തനം. ആ കണ്ണിയിൽ നമുക്ക് ഓർത്തെടുക്കേണ്ട, എപ്പോഴും നമുക്ക് അഭിമാനപൂർവ്വം ഓർത്തെടുക്കാൻ കഴിയുന്ന നല്ല സഖാക്കളിലൊരാളാണ് നമ്പീശൻ മാഷ്. മാഷെ ഓർമ്മിക്കുക എന്ന് തന്നെ നമുക്ക് വിപ്ലവ പ്രവർത്തനം നടത്താനുള്ള വലിയ ആവേശം നൽകുന്നു. ശങ്കരനാരായണൻ നമ്പീശൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഏറ്റവും ആത്മബന്ധമുള്ള
ഒരു പാർട്ടി സഖാവും സഹപ്രവർത്തകനുമാണ്. പൊന്മള ഗ്രാമം ഞാൻ ജനിച്ച ഇന്ത്യൻ ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമാണുള്ളത്. ചെറുപ്പം മുതലേ അദ്ദേഹവുമായി ഏറെ ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തിപരമായ ബന്ധം രാഷ്ട്രീയ ബന്ധമായി മാറുന്നത് 1970 മുതലാണ്. 70 മുതൽ ഞാൻ SFI രംഗത്ത് പ്രവർത്തിച്ചിരുന്നു, മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് മലപ്പുറത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെയും പ്രധാന പ്രവർത്തന കേന്ദ്രം. അങ്ങനെയുള്ള അടുപ്പമാണ് പിന്നീട് വലിയ രാഷ്ട്രീയ ബന്ധമായി വളർന്നു വന്നത്. വളരെ ആത്മാർത്ഥതയുള്ള ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റാണ് സഖാവ് നമ്പീശൻ മാഷ്. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്, ബഹുമുഖ വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹം നല്ല അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. പാർട്ടിയുടെ പൊന്മള ബ്രാഞ്ച് സെക്രട്ടറി, പൊന്മള ലോക്കൽ സെക്രട്ടറി, പാർട്ടി മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം, കർഷക സംഘത്തിൻ്റെ ഏരിയ തലത്തിൽ ചുമതലക്കാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിന് പുറമെ ദേശാഭിമാനിയുടെ ദീർഘകാലം ഏജൻ്റായി പ്രവർത്തിച്ചിരുന്ന സഖാവാണ്. നല്ല വായനക്കാരനായിരുന്നു, ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം 3 പതിറ്റാണ്ട് കാലം മലപ്പുറത്ത് ചിന്ത പബ്ലിഷേഴ്സിൻ്റെ ഒരു വിൽപ്പന കേന്ദ്രം കൂടി നടത്തിയിരുന്നു. ഇപ്പോൾ മലപ്പുറത്ത് ചിന്ത പബ്ലിഷേഴ്സിൻ്റെ വിൽപ്പന കേന്ദ്രം ഇപ്പോൾ ഇല്ല. അദ്ദേഹം ഇവിടെ വിട്ടുപോയതിന് ശേഷം ആ കേന്ദ്രം ഇല്ലാതായി. ദേശാഭിമാനി ഏജൻ്റ് എന്ന നിലയിൽ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തു നിന്ന് 8 കിലോമീറ്റർ എല്ലാ ദിവസവും രാവിലെ നടന്നു വന്നിട്ടാണ് അദ്ദേഹം മലപ്പുറം കോട്ടപ്പടിയിൽ നിന്ന് പത്രക്കെട്ട് എടുത്തിരുന്നത്. മലപ്പുറം മുനിസിപ്പാലിറ്റിയിലും പരിസരങ്ങളിലുള്ള പ്രദേശങ്ങളിൽ ഈ പത്രം കൊടുക്കുന്നതിന് വേണ്ടി മറ്റ് ഒരു പത്രവിതരണക്കാരനെ ചുമതലപ്പെടുത്തി. എന്നാൽ പൊന്മള, കോടൂർ എന്നീ പ്രദേശങ്ങളിലും അദ്ദേഹം പത്രം വിതരണം ചെയ്തിരുന്നു. ഈ 8 കിലോമീറ്റർ നടന്ന് മലപ്പുറത്ത് പോയി പത്രക്കെട്ടെടുത്ത് അത് മലപ്പുറത്തും പരിസരത്തും വിതരണം ചെയ്യാൻ ആവശ്യമായ പത്രങ്ങൾ വിതരണക്കാർക്ക് നൽകി ബാക്കി പത്രം ഈ 8 കിലോമീറ്റർ തിരിച്ച് നടക്കുമ്പോൾ ഈ 2 പഞ്ചായത്തുകളിൽ കോടൂരും പൊന്മളയും അദ്ദേഹം വിതരണം ചെയ്തിരുന്നു. പുലർച്ചയ്ക്ക് ഏതാണ്ട് 4 മണി സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഒരു ത്യാഗോജ്വലനായ ഏജൻ്റ് എന്നുള്ള രൂപത്തിൽ എന്തെങ്കിലും ലാഭം മോഹിച്ചിട്ടുണ്ട്. പലപ്പോഴും ബില്ല് കൃത്യമായി കിട്ടാത്ത കാരണം അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് ബിൽ തുക അടയ്ക്കുന്ന രീതിയാണ് ഉണ്ടായത്. വാരികയുടെ വിതരണക്കാരനായിരുന്നു. മാർക്സിസ്റ്റ് സംവാദം, പീപ്പിൾസ് ഡെമോക്രസി, അങ്ങനെ ഇതിൻ്റെ എല്ലാം ഏജൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. പത്രപ്രസിദ്ധീകരണ രംഗം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമായി. ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയിൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിലും മികവുറ്റ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അടിയന്തരാവസ്ഥക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത ഏറ്റവും പ്രകടമായൊരു സന്ദർഭം അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥക്കാലത്തും അദ്ദേഹം ദേശാഭിമാനിയുടെ ഏജൻ്റായിരുന്നു. ദേശാഭിമാനിയുടെ ഏജന്റുമാരൊക്കെ തന്നെ പോലീസ് പ്രത്യേകം നോട്ടമിട്ടിരുന്ന കാലം. ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. ഒരു സർക്കാർ ജീവനക്കാരൻ പരസ്യമായി അടിയന്തരാവസ്ഥക്കെതിരെ സജീവ പ്രവർത്തനവുമായി രംഗത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഏതാണ്ട് വളരെ റിസ്ക്കുള്ളൊരു കാര്യമായി. എന്നാൽ അടിയന്തരാവസ്ഥ, അതിൻ്റെ ഭീഷണികൾ, അതിൻ്റേതായിട്ടുള്ള
വെല്ലുവിളികൾ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നില്ല. ആ കാലത്തും അടിയന്തരാവസ്ഥക്കെതിരെ ബഹുജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നണിയിലുണ്ടായിരുന്നു. പരസ്യവും രഹസ്യവുമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്താണ് ഈ പൊന്മള, കോടൂര്, മലപ്പുറം പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളികളുടെ വലിയ സമരങ്ങൾ നടന്നത്. 8-1 പദത്തിന് വേണ്ടി നടത്തിയ സമരം. അന്ന് സമരം നടത്തുമെന്ന് പറഞ്ഞാൽ അതിനുള്ള പൗരാവകാശം ഇല്ലാത്തൊരു കാലത്താണ്. കർഷക തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് 8-1 പദത്തിന് വേണ്ടി ശക്തമായ സമരമാണ് അദ്ദേഹത്തിന്. ആ സമരത്തിനൊക്കെ ശക്തമായ നേതൃത്വം നൽകിയ സഖാവായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെയും കർഷക സംഘത്തിൻ്റെയും പ്രവർത്തനം മാത്രമായിരുന്നു, പ്രസിദ്ധീകരണങ്ങളുടെ വിതരണത്തിൻ്റെയും ചുമതലക്കാരൻ മാത്രമായിരുന്നു. പാർട്ടി സാഹിത്യങ്ങൾ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും പാർട്ടി രേഖകൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് അത് തൻ്റേതായ ശൈലിയിൽ തൻ്റെ ഘടകത്തിനകത്തും മറ്റൊരു ബഹുജനങ്ങളിലും പാർട്ടി സഖാക്കളെയും ബഹുജനങ്ങളെയും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്ന പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും നല്ല മുൻകൈയെടുത്ത സഖാവായിരുന്നു അദ്ദേഹം. പ്രായം കൂടിയപ്പോൾ റിട്ടയർ ചെയ്തിട്ടും പ്രായക്കൂടുതലിൻ്റെ സമയത്തും അദ്ദേഹം ഇവിടെ പൊന്മളയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ ഒരു നിമിഷവും കളയാതെ ഒരു പൂർണ്ണസമയ പ്രവർത്തകനെ പോലെയാണ് പാർട്ടി രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചത്. ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അങ്ങനെ അദ്ദേഹം വ്യാപരിക്കാത്ത മേഖലകൾ വളരെ തുച്ഛമാണ്. മലപ്പുറത്തെ സംബന്ധിച്ച്, പൊന്മളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടുന്ന് താമസം മാറ്റിയത് കുടുംബത്തിൻ്റെ ആവശ്യം എന്നുള്ള രൂപത്തിൽ മകൻ അവിടെ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹത്തിനും ഭാര്യയ്ക്കൊക്കെ പ്രായമായ ഒരു സന്ദർഭത്തിൽ മകൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള ഇതുകൊണ്ടാണ് കോഴിക്കോട്ടേക്ക് അദ്ദേഹം താമസം മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ ഈ താമസം മാറ്റം മലപ്പുറത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പൊന്മളയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശൂന്യത തന്നെ സൃഷ്ടിച്ചിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ആ ശൂന്യത കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നടത്താൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ത്യാഗോജ്വലനായ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യനായിരുന്നു. യുവജനങ്ങളുമായി വളരെ വിനയാന്വിതനായി വളരെ ലാളിത്യത്തോടുകൂടി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം ഓർമ്മ പുതുക്കൽ ദിനമായി ആചരിക്കുന്ന ചടങ്ങിന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. സഖാവ് നമ്പീശൻ്റെ ഉജ്ജ്വല സ്മരണയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്പീശ മാഷനെയാണ്. ഇവിടുന്ന് പോയതിന് ശേഷവും മലപ്പുറം ജില്ലയിൽ EMSൻ്റെ ലോകം എന്നുള്ള പാർട്ടി നടത്തുന്ന EMSൻ്റെ എല്ലാ ജന്മദിനങ്ങളിലും ജൂൺ 13 മുതൽ നടത്തുന്ന EMSൻ്റെ ലോകം സെമിനാറിൽ മരിക്കുന്നത് വരെ പങ്കെടുക്കുന്നതും ആ സെമിനാറിനൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതീതി പിന്നെ ഒക്കെ ബുക്ക് ചെയ്യാനൊക്കെ നമ്മളായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഞാൻ പൊന്മളയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. നമ്പീശൻ മാഷ് പൊന്മളയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് തന്നെ നമ്പീശൻ മാഷിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ടായിരുന്നു, ശ്രീധര നമ്പീശൻ. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്പീശൻ മാഷ്. പാർട്ടി 1964 പാർട്ടി പടർന്നതിന് ശേഷം CPI-M ഉറച്ചു നിൽക്കുകയും പൊന്മള മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്പീശൻ മാഷ്. എനിക്കൊക്കെ ഓർമ്മ വെച്ച് കാലം തൊട്ട് തന്നെ പൊന്മളയിലെ ഒരു 5-6 പേര്, എൻ്റെ അച്ഛൻ മൂസഫ് മാഷ്, അതുപോലെ തന്നെ ബാലകൃഷ്ണൻ വൈദ്യർ, കുഞ്ഞുണ്ണി വൈദ്യർ, അപ്പു മാഷ്, അതുപോലെ തന്നെ കടമ്പോടൻ ഹംസ തുടങ്ങിയിട്ടുള്ള ആളുകളാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. നമ്പീശൻ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധ്യാപകനായിരുന്നു. ആ സമയത്ത് തന്നെ അന്നത്തെ KPTU
അതിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ്. പാർട്ടിയിൽ കർഷക സംഘത്തിൻ്റെ ചാർജായിരുന്നു സഖാവിനുള്ളതെങ്കിലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് പാർട്ടി പ്രസിദ്ധീകരണങ്ങളിലായി. ചിന്ത പബ്ലിക്കേഷൻ, അതുപോലെ തന്നെ ദേശാഭിമാനി തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിൽ അതിൻ്റെ പുസ്തക പ്രസിദ്ധീകരണത്തിന്, അതിൻ്റെ വിതരണത്തിനും പ്രചരണത്തിനും വേണ്ടി ഒരു പുസ്തക കട തുടങ്ങുകയും അത് പാർട്ടിയുടെ സമ്മേളനങ്ങളും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനകളുടെ സമ്മേളനം മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടും ഒക്കെയുള്ള സമീപ ജില്ലകളിലടക്കം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പ്രചരണവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വളരെയധികം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഒരാളായി. എല്ലാ മേഖലകളിലും ഞങ്ങളെപ്പോലുള്ള എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളുടെ ഒക്കെ തന്നെ രാഷ്ട്രീയ ഗുരുസ്ഥാനത്ത് നിന്നിരുന്ന ഒരാളാണ് നമ്പീശൻ മാഷ്. പൊന്മുളയിലും മലപ്പുറത്തും ഏറനാടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്പീശൻ മാഷ്. വളരെയധികം ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സമസ്ത മേഖലയിലും, ഇപ്പം ഞങ്ങളൊക്കെ ദേശാഭിമാനി, ബാലസംഘം, അതുപോലെ തന്നെ SFI, KSYFI, DYFI തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്ന് പ്രവർത്തിച്ച് പാർട്ടിയിലേക്ക് സജീവമായി വന്നതിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള, അന്ന് പൊന്മുളയിലെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് തന്നെ നമ്പീശൻ മാഷ വീടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു വളരെ അടുത്തുള്ള ഒരു കുടുംബ സുഹൃത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ മൂസ മാഷ്. അച്ഛൻ്റെ ഒരു നല്ല കുടുംബ സുഹൃത്ത് തന്നെയായിരുന്നു. നമ്പീശൻ മാഷ ഒഴിച്ചു നിർത്തിയിട്ട് പൊന്മുളയിലെയോ അല്ലെങ്കിൽ മലപ്പുറത്തെയോ സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറയാൻ സാധിക്കുക തന്നെയില്ല. എന്നും ഒരു നല്ല ഓർമ്മയായിട്ട് അദ്ദേഹത്തെ ഇന്നും ഞങ്ങളൊക്കെ തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. നമ്പീശൻ മാഷയുടെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ സഖാവ് ശ്രീധരൻ നമ്പീശൻ മിലിറ്ററിയിൽ പോയി അന്നത്തെ കാലത്ത് മിലിറ്ററിയിൽ നിന്ന് ജോലി രാജിവെച്ച് വന്നിട്ടാണ് ഈ വായനശാലയ്ക്ക് വേണ്ടി പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. അദ്ദേഹം പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം ഈ വായനശാല അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഈ വായനശാല അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇവിടെ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്പീശൻ മാഷും തന്നെ ഈ വായനശാലയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്നും ഒരു മാതൃകയായി ഞങ്ങളോടൊപ്പം വന്ന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മിറ്റമാഷെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളും ഒരു പഴയ സുഹൃത്തുക്കളാണ്. ഞങ്ങളെ പാർട്ടി ലെവലിൽ ഞാനും മൂപ്പരും കൂടി ഉമ്മർമാഷ വരിയിൽ അച്ചായ ഇറച്ചി ഉണ്ടാകുകയാണ് ആണ്ടുപോകും. പിന്നെ അങ്ങനെ പല ചരിത്രങ്ങളും എന്നോട് ഒരു ബാഗ് ഇങ്ങനെ തൊക്കിൽ വെച്ചിട്ട് ചെറിയ ടോർച്ച് ഉണ്ടാവുകയില്ല. ആ ടോർച്ച് പിന്നെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ട് വീണ്ടും പോവും. അങ്ങനെ അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇറച്ചിണ്ടെങ്കിൽ എന്താ മുഹമ്മദ് കുട്ടി ഉണ്ണിയപ്പല്ല ചായ കുടിക്കൂലല്ലേ ചോദിച്ചു. ചായയൊക്കെ ഉണ്ടാവും പെരയിൽ. അങ്ങനെ ഓരോരോ പരിപാടി പാർട്ടിയിൽ സജീവമായ ആളായി. ഞങ്ങൾ തമ്മിൽ വലിയ രൂപയാണ്. മരിക്കേണ്ട ടൈമിലും കൂടി എന്നെ അന്വേഷിച്ചു ഒക്കെ. അസൂയായിട്ടോ ദേഷ്യപ്പെട്ടോ അതിന് സംസാരങ്ങളൊന്നുമില്ല. അങ്ങനെ സന്ദർശിക്കണം, അതിന് കുഴപ്പമില്ല. അന്ന് ഇവിടുത്തെ പാർട്ടി പറഞ്ഞാൽ പാർട്ടിയുടെ എല്ലാം മാഷാണ്. അപ്പോൾ ഞങ്ങൾ SFIക്കാർക്കും ബാലസംഘക്കാർക്കും തൊട്ട് കർഷക തൊഴിലാളി കർഷക സംഘം CITU എല്ലാം മാഷ വീടാണ് ഞങ്ങളുടെ ഓഫീസ്. അവിടെ പോയിട്ട് ഞങ്ങൾ പാർട്ടി പരിപാടികൾ കൂടുതൽ പാർട്ടി ബ്രാഞ്ച് പാർട്ടി LCയും അവിടെ. അന്ന് പൊന്മുള 2 LC ഒറ്റ LCയാണ്. പൊന്മുളയും ചേങ്ങോട്ടൂർ അടങ്ങിയൊരു LC. പിന്നീടാണ് രണ്ടാക്കി അത് ചേങ്ങോട്ടൂർ LC പൊന്മുള LC ആക്കിയത്. അപ്പോൾ ഞാൻ പൊന്മുള സംയുക്ത LCയിൽ മെമ്പറായിരുന്നു. പിന്നെ അന്ന് KSYFിൻ്റെ മലപ്പുറം ബ്ലോക്ക് മെമ്പറും പിന്നീട്
KSF മാറി DYFI ആയപ്പോൾ അതിനെ ബ്ലോക്കിൽ മെമ്പർ ആയിരുന്നു. അപ്പോഴും നമുക്ക് മാഷുകളുടെ ബന്ധം, ഈ പാർട്ടികളുടെ ബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. മാഷാണ് നമ്മളെല്ലാ പാർട്ടി പ്രവർത്തനത്തിനും പിന്നിലുണ്ടായിരുന്നത്. ഇന്ന് അതുപോലുള്ളൊരു പാർട്ടി സഖാവിന് ഈ നാട്ടിൽ. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് കാലങ്ങൾ, 30 വർഷം എന്തായാലും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അവർ അടുത്ത വീട്ടിലായിരുന്നു, ഒരു നാട്ടിൽ തന്നെ പൊന്മുള. പിന്നെ എപ്പോഴും കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഇതന്നെ എപ്പോഴും ഇവർ തമ്മിലുള്ളൂ. ഏട്ടനും അഞ്ചുനാന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. ഒരു മനസ്സും അങ്ങനെയായിരുന്നു ഇവർ രണ്ടാളും. ഇവിടുന്ന് പോയതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നതാണ്. ഇവിടെ ചില ആൾക്കാർ തന്നെ ചോദിച്ചിരുന്നു, എങ്ങനെയായി മാഷ് കുടുംബം ഇനി എങ്ങനെ കഴിയുക, അംബീഷൻ മാഷ് പോയില്ലേ, അവർ കൂടെ പോണില്ലേ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ സംസാരം. അതിലൊക്കെ ഒരുപാട് മനോവിഷമങ്ങൾ അതും പലതും അനുഭവിച്ചിട്ടുമുണ്ട് ആ ഒരു കാലത്ത്. ശങ്കരനാരായണ അംബീഷനായിട്ടും വായനശാലയായിട്ടും ഞാൻ വളരെ അടുപ്പമുള്ള ആളായിരുന്നു. വായനശാലയിൽ ഞാൻ അന്ന് മെമ്പറായിരുന്നു. മെമ്പറായിട്ടുള്ളൂ, കമ്മിറ്റിയിലൊന്നുമില്ല. നമ്പീശൻ മാഷ് അന്ന് സെക്രട്ടറിയാണ്. നമ്പീശൻ മാഷ് വളരെ സൗകര്യമായിരുന്നു. ഈ വായനശാലയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇവിടുന്ന് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുന്നത് വരെയും ഈ വായനശാലയായിട്ട് സജീവമായിരുന്നു. ഗ്രാൻഡിന് പിന്നെ അതുപോലെ ആൾക്കാരായിട്ട് മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിൽ ആൾക്കാരെ കാണാൻ എല്ലാ ലെവലിലും ഈ വായനശാലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരാളായിരുന്നു. ഒരു സിനിമ നടത്തി, ഒരു പിന്നെ പാട്ട് കച്ചേരി നടത്തി, അതിൻ്റെയൊക്കെ കാശ് കൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ഈ സ്ഥലത്തേക്ക് ബിൽഡിംഗ് ഉണ്ടാക്കിയത്, ഈ വായനശാല ഉണ്ടാക്കിയതും. അതിനൊക്കെ നമ്പീശൻ മാഷ് സഹകരണം ഉണ്ടായിട്ടുണ്ട്. 1991 അംബീഷൻ മാസ്റ്റർ പൊന്മളയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലെ എടക്കാട് പ്രദേശത്തേക്ക് താമസം മാറ്റുന്നത്. പുസ്തകങ്ങളെ ഏറെ സ്നേഹിച്ച അദ്ദേഹം തൻ്റെ വീടിന് നൽകിയ പേര് അക്ഷരം എന്നായിരുന്നു. അംബീഷൻ മാസ്റ്റർ നമ്മളെ പ്രദേശത്ത് യാദൃശ്യമായാണ് എത്തിപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചിരുന്ന ശങ്കരൻ മാഷുമായി പരിചയപ്പെടുന്നത് നമ്മുടെ പ്രദേശത്ത് മാഷ് എത്തിയതിന് ശേഷം ഞാൻ ജനപ്രതിനിധിയായി 2000 ജനപ്രതിനിധിയായി വന്ന സന്ദർഭത്തിലാണ് മാഷിനെ കൂടുതലെടുക്കാൻ സാധ്യമാണ്. സഖാവിൻ്റെ പ്രവർത്തന രീതി എല്ലാവർക്കും അംഗീകരിക്കാനാവുന്ന, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പ്രവർത്തന രീതിയായിരുന്നു. വളരെ എളിമയോടുകൂടി പ്രശ്നങ്ങളെ നമുക്ക് വീക്ഷിക്കാൻ ഒരു ഉയർന്ന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന സഖാവ് എന്ന നിലക്ക് നമ്മുടെ പ്രദേശത്ത് സ്വാഭാവികമായും ആ കമ്മിറ്റി അതേപോലുള്ള കമ്മിറ്റിയിലൊന്നും പങ്കുചേരാതെ താഴെ ബ്രാഞ്ച് അംഗമായി സഖാവിൻ്റെ പ്രവർത്തനം ഒരു മാതൃകാപരമായിരുന്നു എന്ന് പറയാനുള്ളത്. എല്ലായ്പ്പോഴും എല്ലാവരോടും അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ മനുഷ്യന് സാധ്യമായി. കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ട സവിശേഷമായ നിരവധി ഗുണങ്ങൾ ഉൾപ്പെടുന്ന സഖാവായിരുന്നു ശങ്കരനാരായണ അംബീഷൻ മാഷ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പ്രദേശത്ത് വായനശാല സംഘടിപ്പിക്കാൻ, അക്ഷരങ്ങളെ സ്നേഹിച്ച് അക്ഷരങ്ങളെ പ്രസിദ്ധീകരിപ്പിക്കാൻ, വലിയ രീതിയിൽ പ്രചാരണം കൊടുക്കാൻ എല്ലാം മാഷ് മുന്നിലുണ്ടായിരുന്നു. അക്ഷരങ്ങളുടെ മുത്തശ്ശൻ എന്നാണ് ഞങ്ങളുടെ നാട്ടുകാരെല്ലാം മാഷെക്കുറിച്ച് പറയാറുള്ളത്. സർക്കാരിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒരുപാട് സഹായം മനസ്സറിഞ്ഞ് അത് ചെയ്യുന്നതിന് വേണ്ടി മറ്റാരും അറിയാതെ തന്നെ അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിനൊക്കെ തന്നെ വലിയ പ്രാധാന്യം കണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മാഷ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത ഒരു വലിയ വിടവാണ് മാഷയുടെ വിടവാങ്ങുന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾക്ക് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എക്കാലത്തും ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഒരുപാട് നിർദ്ദേശങ്ങൾ, മാഷ്ക്ക് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങളെല്ലാം വളരെ കൃത്യമായി സൗമ്യമായി നമ്മളെയെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുന്നത്, മാഷ് ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിനും എല്ലാം നിരന്തരം ഇടപെടൽ നടത്തുന്നു. തിയങ്ങാടി പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന സഖാവ് ശങ്കരനാരായണ അംബീഷൻ മാസ്റ്ററുടെ 2ാം ചരമവാർഷികം സമുചിതമായി
ആചരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നബീഷ മാസ്റ്റർ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂല്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, ഇതെല്ലാം പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുക എന്നതുകൂടി ഇത്തരം അനുസ്മരണ പരിപാടികളിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുക. നബീഷ മാസ്റ്റേഴ്സ് പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം മലപ്പുറത്തെ പാർട്ടിയുടെ നേതൃത്വ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള സഖാവാണ്. ഏകദേശം 90കളിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ പുതിയങ്ങാടിയിലേക്ക് മാറുകയും പുതിയങ്ങാടി കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി വരികയും ചെയ്തിട്ടുള്ളത്. 2000 ഞാനൊക്കെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായി, ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയായി യുവജന സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ കാലഘട്ടത്തിലാണ് സഖാവ് നമ്പീശ മാഷുമായി അടുത്തിടപഴകാനും അദ്ദേഹവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനും സാധിച്ചിട്ടുള്ളത്. അദ്ദേഹവുമായി ഉള്ള ആ അടുപ്പം ഞങ്ങളുടെ രാഷ്ട്രീയ ധാരണ വളർത്തുന്നതിനും യുവജന സംഘടനാ രംഗത്ത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഇടപെടുന്നതിനും ഞങ്ങൾക്ക് ഏറെ സഹായകരമായിട്ടുണ്ട്. ഞങ്ങളെല്ലാം വായനാശീലത്തിലേക്ക്, നിരവധി പുസ്തകങ്ങൾ വായിക്കുന്നതിലേക്ക് എത്തിക്കുന്നതിൽ മാഷ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മാഷെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് എനിക്കുള്ള കൂടുതലായിട്ടുള്ള ബന്ധം പാലിയേറ്റീവ് പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ അദ്ദേഹം കാണിച്ചു കൊണ്ടിരുന്ന താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് എനിക്ക് ഈ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കാനുള്ള പ്രചോദനം ലഭ്യമായത്. പല കാര്യങ്ങളും അദ്ദേഹം നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും. 2014 പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം, അത്താണി പാലിയേറ്റീവ് എന്ന രീതിയിൽ രൂപീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം പുതിയങ്ങാടി സ്കൂളിൽ യോഗം ചേർന്നുകൊണ്ട് ആരംഭിക്കുന്നത്. അന്നാണ് ആ യോഗത്തിൽ പങ്കെടുത്ത നമ്പീശ മാസ്റ്റർ നൽകിയ ഒരു വലിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വഴികാട്ടിയായി മാറുകയും അതോടൊപ്പം തന്നെ വളരെ തുടക്കത്തിൽ തന്നെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ധനസമാഹരണം നടത്താനും അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും അദ്ദേഹം അതീവ താല്പര്യം കാണിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കെട്ടിടത്തിൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുന്ന സമയത്ത് ആ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ദിനംപ്രതി എന്നോണം അദ്ദേഹത്തിന് അറിയാൻ താല്പര്യമായിരുന്നു. പുതിയ കെട്ടിടത്തിനുള്ള നിലവിലുള്ള ഓഫീസിന് പുറമെ ഞങ്ങൾ പുതിയ കെട്ടിടം, ഒരു 17 സെൻറ്റ് സ്ഥലത്ത് കെട്ടിടം പണിയാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ സംഘാടക സമിതിയിലും എല്ലാം തന്നെ ഭാഗവാക്കാവുകയും ആദ്യമായി തന്നെ വലിയൊരു തുക നമ്മുടെ പാലിയേറ്റീവിൻ്റെ കെട്ടിട നിർമ്മാണത്തിനായി സംഭാവന നൽകിക്കൊണ്ടാണ് അദ്ദേഹം സമൂഹത്തിന് മാതൃക കാട്ടിയത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പരസ്പരം കാണാതെ, പരസ്പരം പാലിയേറ്റീവിൻ്റെ കാര്യങ്ങൾക്കായി പങ്കിടാതെ ഇരുന്ന ഒരു ആഴ്ച പോലും കടന്നുപോയിട്ടില്ല. അതായത് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം തുടങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെ മാസം തോറും അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷനിൽ നിന്നും ഒരു തുക നിർബന്ധമായും എല്ലാ മാസവും പാലിയേറ്റീവിൽ നൽകിക്കൊണ്ടിരുന്നു. അത് നൽകുന്ന സമയത്ത് ഒരു തവണ വീട്ടിൽ വെച്ച് നൽകുന്ന സമയത്ത് മകൻ സുരേഷ് മകനോട് പറഞ്ഞു, ഇത് ഞാനുള്ള കാലത്തോളം മാത്രം പോരാ, എൻ്റെ കാലം കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ വന്നത് വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാവണം, അത് ഇവർക്ക് വരാനുള്ള സൗകര്യം ഇവിടെ എല്ലാ കാലത്തും ഉണ്ടാവണം എന്നുകൂടി അന്ന് സ്വന്തം ഏകപുത്രനെ ആയിട്ടുള്ള സുരേഷിനെ ചുമതലപ്പെടുത്തുക കൂടി ചെയ്തു. അത് അദ്ദേഹം നമ്പീശ മാഷയുടെ വിയോഗത്തിന് ശേഷവും ഇന്നും എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് സുരേഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്പീശ മാഷ് എത്ര തുകയാണോ എല്ലാ മാസവും തന്നുകൊണ്ടിരുന്നത് അതേ തുക ഇന്ന് 2-ാം തീയതി ആവുന്ന സമയത്ത്
അത്താണി പാലിയേറ്റീവിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം സബലീകരിക്കുന്നതിന് വേണ്ടി സ്വന്തം മകൻ കാണിക്കുന്ന ഈ വലിയ മനസ്സിന് അത്താണി പാലിയേറ്റീവ് അദ്ദേഹത്തോട് എന്നും ആദരവ് പുലർത്തുന്നതോടൊപ്പം മകനും എല്ലാവിധ ആശംസകളും അത്താണി പാലിയേറ്റീവ് അർപ്പിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണപ്പൊരി കൊടുക്കുക എന്നുള്ളതായ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലേക്ക് ഇതുവരെ ഇങ്ങനെ തുടർന്നു കൊണ്ട് പോകുന്നുണ്ട്. ഓരോരോ ഭാഗത്തു നിന്നും ഓരോരുത്തരാണ് UIFIൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. അതിന് ഇക്കുറി നമുക്ക് ഇതിന് പറ്റിയിട്ടുള്ളത് പുതിയങ്ങാടി മേഖലകളാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും നമ്മളെ എടക്കാട് ബ്രാഞ്ചിൽ നിന്നും അതിനുള്ളതായ ഭക്ഷണപ്പൊരി കൊടുത്തയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നതായ ഈ സംരംഭം ഏറ്റവും നല്ലതായ ഒരു മാനുഷിക മൂല്യങ്ങളുള്ളതായ ഒരു സംഭവമാണ്. ഇത് ഒരു മാതൃകാപരമായൊരു പ്രവർത്തനമാണ്. DYFI ഇത്തരം ആതുര ശുശ്രൂഷയിലും മറ്റും മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇനിയും തുടർന്നു കൊണ്ട് തന്നെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും എൻ്റെ വകയായിട്ട് നേരുന്നു. ഞാനൊക്കെ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ സഖാവ് ഗ്രന്ഥശാല പ്രവർത്തനത്തിലായിരുന്നു കൂടുതലായിട്ടും സജീവമായി ഉണ്ടായിരുന്നത്. പാലക്കാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ജനകീയ കലാ സാംസ്കാരിക ഗ്രന്ഥശാല അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് സഖാവ് നമ്പീശൻ മാസ്റ്ററായിരുന്നു. സഖാവിൻ്റെ കൂടെ അതിൻ്റെ സഹഭാരവാഹിയായി ഞാനും ഇരുന്നിട്ടുണ്ട്. അതോടൊപ്പം DYFI പ്രവർത്തന വേളയിലാണെങ്കിലും ഒക്കെ തന്നെ ഏതൊരു കാര്യത്തിനും സഖാവിനെ സമീപിക്കുമ്പോൾ സഖാവിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഉപദേശവും അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കൂടി ഇരിക്കുന്ന ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു. ആ ഒരു കാലയളവിലൊക്കെ തന്നെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എങ്ങനെയായിരിക്കണമെന്നും നമ്മൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒക്കെ തന്നെ പറഞ്ഞു തരുമായിരുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തോട് ഒന്ന് സംസാരിച്ചാൽ നമുക്ക് തന്നെ ഒരു പുതിയ ഊർജം ലഭിക്കുമായിരുന്നു. പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുമായിരുന്നു. ഈ വരുന്ന മാർച്ച് 23-ന് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള വടക്കേമഠം പറമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടി CPIM എടക്കാട് ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലം MLA തോട്ടത്തിൽ രവീന്ദ്രനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സഖാവ് അനൂപ് കക്കോടി അടക്കം സംസാരിച്ചു പോകുന്നുണ്ട്. അനുസ്മരണ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്പീശൻ മാഷിൻ്റെ അനുസ്മരണ ദിനം 23-ന് വടക്കേമഠം വെച്ചിട്ട് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തുള്ള നല്ലവരായ എല്ലാ നാട്ടുകാരെയും അനുഭാവികളെയും ക്ഷണിക്കുന്നു. ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുക.